ഇന്ന് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിനായി നല്ലവണ്ണം പഴുത്ത മധുരമുള്ള മാങ്ങയാണ് എടുക്കേണ്ടത്. നല്ലവണ്ണം പഴുത്ത മാങ്ങ തോലൊക്കെ കളഞ്ഞ് തയ്യാറാക്കി വച്ചിട്ടുള്ളതാണ് ഇത്. ഇനി ഈ മാങ്ങ കുക്കറിലേക്ക് ഇട്ട് അതിൽ കുറച്ച് വെള്ളം ചേർക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. ഇനി ഇത് നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു അരമുറി നാളികേരം മിക്സിയുടെ ജാറിൽ ചേർത്ത് അതിലേക്ക് ഒരു നുള്ള് ജീരകം, അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു 3 ചെറിയ പച്ചമുളക് ആയത് കാരണം 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാകും. ഇതെല്ലാം നന്നായി അരച്ചെടുക്കുക. ഇതിനു ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചത് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 ചുവന്നുള്ളി നടുവൊക്കെ ഒന്ന് കീറിയത് കൂടി ചേർക്കാം. കൂടാതെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇനി ഇത് നന്നായി കുറച്ചു നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി, അതായത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.